ഇത് ഞാൻ മമ്മൂക്കടുത്ത് പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇലക്ഷന് നിൽക്കല്ലേ, നീ ഇലക്ഷനിൽ നിന്ന് ജയിച്ചാൽ നിനക്ക് ജീവിക്കാനൊക്കത്തില്ലടാ. ഇപ്പോൾ നീ രാജ്യസഭയിലായിരുന്നപ്പോൾ ആ ബുദ്ധിമുട്ടില്ല, കാരണം നിനക്ക് ബാധ്യതയില്ല, ചെയ്യാമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ വോട്ട് തന്ന് ജയിപ്പിച്ചു വിട്ടാൽ എല്ലാം കൂടെ എടുത്തിട്ട് പമ്പരം കറക്കുന്നതാണ്, കറക്കും. ഞാൻ നമുക്ക് അതൊരു തരം എക്സ്റ്റസിയാണ്, ഒരു 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 എക്സ്റ്റസിയാണ് അത്. ഐ എൻജോയ് ഇറ്റ്. എന്ത് പിന്നെ എന്ത് ഓപ്പണിലോ ആട്ട് എന്ന് പുള്ളി പറഞ്ഞ് പിടങ്ങുകയും ചെയ്യും. പുള്ളി അതിൻ്റെ ഒരു നല്ല വശം വെച്ചിട്ട് തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഐ ലവ്. ഈ മമ്മൂട്ടി കൊടുക്കുന്ന ഉപദേശത്തിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും മമ്മൂട്ടിക്ക് എത്രമാത്രം ഒരു സഹോദര സ്നേഹം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയോടുണ്ടെന്ന്. ഈ ഒരു സംഭവം കേട്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് ഇന്നത്തെ ഒരു സംഭവമായിട്ടൊക്കെ കണക്ട് ചെയ്ത്, അവസ്ഥയായിട്ട് കണക്ട് ചെയ്ത് പെട്ടെന്ന് ഓർമ്മ വന്നൊരു പാട്ടെന്ന് പറയുന്നത്, അപ്പോഴേ പറഞ്ഞില്ലേ പോകണ്ട പോകണ്ടാന്ന്, പോകണ്ട പോകണ്ടാന്ന്, അങ്ങനെ ഒരു പാട്ടില്ലേ, അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതെന്ന് പറയുന്നത്. കാരണം കറക്റ്റാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് അതുപോലെ അച്ചട്ടായി ഭവിച്ചു എന്നൊക്കെ പറയത്തില്ല, അത് തന്നെയാണ്. അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടറിന് യോജിച്ചൊരു സംഭവം അല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ മനുഷ്യൻ സിനിമാ ഫീൽഡിൽ തന്നെ നിന്നുകൊണ്ട് പൊതുസേവനം നടത്തിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അതായത് രാഷ്ട്രീയമല്ല. ആ സമയത്ത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഇപ്പം വിജയ് ദേവരക്കൊണ്ട അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിജയ്, സൂര്യ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, ഒരുപാട് ഫാൻസ് ഓടിച്ചെന്ന്, അത് പ്രായം കൂടിയതാവാം കുറഞ്ഞതാവാം, പെൺകുട്ടികൾ തന്നെ അല്ലെങ്കിൽ അമ്മമാർ തന്നെ പോയി കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും, ആഹാ എന്ത് നല്ല സ്വഭാവം അല്ലേ. അതേ സമയത്ത് ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി പോയി കെട്ടിപ്പിടിച്ച സമയത്ത് എന്ത് പറഞ്ഞു, ഓഹോ അവൻ്റെ കയ്യിരിപ്പ് അതാണ്. ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ഈ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആ രീതിക്ക് പെരുമാറി കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇത്രയും വലിയ ഇതിൽ നിൽക്കുന്ന ഒരാൾ, സാധാരണക്കാരനായിട്ടുള്ള ഒരു ഫാൻസിനെ ഒരാളെ കണ്ട സമയത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കാനുള്ള ഒരു മനോഭാവം കാണിച്ചല്ലോ, അയാളുടെ വലിയ മനസ്സ് എന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് ആ മനുഷ്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്ത്രീ വിഷയമായിട്ട് മാറും. ഇതാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ആ മനുഷ്യൻ ഈ പറയുന്ന കോടീശ്വരൻ പോലുള്ള പരിപാടി അവതരിപ്പിച്ച സമയത്ത്, അതല്ലാതെ തന്നെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മീഡിയ അദ്ദേഹത്തിനെ പറപ്പിക്കുകയല്ല ചെയ്തുകൊണ്ടിരുന്നത്, ഒരു തരത്തിൽ അദ്ദേഹത്തിനൊരു സംരക്ഷണ വലയം പോലെ തന്നെ കൊടുത്ത് ഭയങ്കര സ്നേഹം കൊടുത്തുകൊണ്ട് പെരുമാറിക്കൊണ്ടിരുന്ന ഒരു പ്രത്യേക തലത്തിൽ നിൽക്കുന്നവരായിരുന്നു മീഡിയക്കാരെന്ന് പറയുന്നത്. എന്നാണോ രാഷ്ട്രീയക്കാരൻ്റെ ഓരോരോ കുപ്പായം അദ്ദേഹം എടുത്ത് ധരിച്ചത്, അന്ന് മുതൽ മീഡിയക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം റേറ്റിങ്ങിൻ്റെ ആൾക്കാരാണ് അവരെന്ന് പറയുന്നത്. ഒരു കോലും പിടിച്ചുകൊണ്ട് അണ്ണാക്കിൽ വേണമെങ്കിലും കുത്തിയിട്ട് ആരെ കൊണ്ട് വേണമെങ്കിലും എത്തരത്തിൽ പ്രകോപിച്ചിട്ട് വേണമെങ്കിലും എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് ജീവിക്കുന്നവർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. അങ്ങനെ റേറ്റിംഗ് ഉണ്ടാക്കി പോകുന്ന ആൾക്കാരാണ് മീഡിയക്കാരെന്ന് പറയുന്നത്. പത്രധർമ്മം എന്തെന്ന് കൃത്യമായിട്ട് സുകുമാർ അഴീക്കോട് സാറിനെ പോലുള്ള ആൾക്കാർ ഇന്ന് ജീവനോട് ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർക്കൊക്കെ പറഞ്ഞു കൊടുത്തതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ശേഷം ആ തരത്തിൽ സംസാരിക്കുന്ന ഒരുവൻ ഈ ലോകത്ത് അല്ലെങ്കിൽ ഇന്ന് ഇല്ല, ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം വിമർശനം കൃത്യമായിട്ട് വിലയിരുത്തുന്ന ഒരാളായിരുന്നു, അത് മുഖം നോക്കാതെ പറയുന്ന വ്യക്തിയായിരുന്നു സുകുമാർ അഴീക്കോട് സാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരുവനും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് സംസാരിക്കാൻ പേടിച്ചിട്ടുമുണ്ട്. പക്ഷെ അങ്ങനെ ഒരാളില്ലാത്തതും പത്രധർമ്മം ഇത്രയും കൂപ്പ് കുത്തിയതും ഇത്രയും തരം താഴ്ന്നു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടത് സമൂഹത്തിലെ നന്മതിന്മകളെ വിലയിരുത്തുക അല്ലെങ്കിൽ നല്ലത് കാണിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല. ഏത് വിഷയമാണ് ചർച്ച ചെയ്താൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത് ആ വിഷയത്തെ മാത്രം പൊലിപ്പിക്കുക. ഇതാണ് ഇന്നത്തെ പത്രപ്രവർത്തനം എന്ന് പറയുന്നത്. ആ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഞാൻ പറഞ്ഞില്ലേ വൈകാരികമായിട്ട് ഭയങ്കരമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ആ വ്യക്തിക്ക് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് സ്ത്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിന് മുന്നേ നമുക്കറിയാം ആ ഒരു ഇഷ്യൂ മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടറുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം. അതിന് മുന്നേ ഒരു അദ്ദേഹം എല്ലാവരെയും കെട്ടിപ്പിടിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന ഭാഷയൊക്കെ അന്ന് എനിക്ക് ആരെങ്കിലും ഈ പറയുന്ന 30 വയസ്സുള്ളൊരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മരിച്ചുപോയ മകളെ പോലെയാണ്, ആ മണം വലിച്ചെടുക്കാൻ തോന്നുന്നു എന്ന് തോന്നുന്നു, ഞെക്കി ഞാൻ അങ്ങനെയൊക്കെ പറയാറുണ്ട് കൊച്ചു കുട്ടികളെ കാണുന്ന സമയത്ത്. അതെല്ലാം അന്ന് നമ്മൾ ചിരിച്ച് മാത്രം കേട്ടിരുന്നവരാണെങ്കിൽ ഇന്ന് നമ്മൾ അദ്ദേഹം അത് പറഞ്ഞു ഇവന് വേറെ ജോലിയില്ല, ഇവൻ്റെ അസുഖം വേറെയാണ്. ഇങ്ങനായി മാറിയതിൻ്റെ പിന്നിലെ ഒറ്റ വാക്ക് രാഷ്ട്രീയം മാത്രമാണ്. ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മമ്മൂക്ക ഇത്തരത്തിലൊരു ഉപദേശം കൊടുത്തത്. അതിനുശേഷം ഇന്ന് ട്രോളി പോകുന്നൊരു കാര്യം കൂടെ കേട്ടുനോക്കാം. ഇവിടെ
ഇതില്ലേ അനുഭവം. കണ്ടില്ലേ, ഈ ഒരു സംഭവത്തിനാണ് ഞാൻ ആ പാട്ട് പറഞ്ഞതെന്ന് പറയുന്നത്. കാരണം മമ്മൂക്ക അന്ന് കൊടുത്ത ഉപദേശം അദ്ദേഹം എടുത്തിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. കാരണം വോട്ട് മേടിച്ച് ആ സ്ഥാനത്ത് എത്തുന്നവൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്, കടമകളുണ്ട്. ആ കടമകൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മെക്കിട്ട് കയറിയിരിക്കും, കയറേണ്ടുള്ളവരൊക്കെ കയറിയിരിക്കും. പിന്നെ ഈ രാഷ്ട്രീയം പോലൊരു മേഖലയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ പമ്പരം കറങ്ങുന്നത് പോലെ കറങ്ങുക തന്നെ ചെയ്യും. അത് തന്നെയാണ് അദ്ദേഹം അന്ന് പറഞ്ഞതും ഇന്ന് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഇപ്പം എയറിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണം, അദ്ദേഹത്തിൻ്റെ സിനിമാ ഫീൽഡിൽ മാത്രമുള്ള ഇത്രയും കാലത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു രീതി വെച്ചിട്ടാണ് അദ്ദേഹം ഇന്നും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ, ഒരു സിനിമാക്കാരനിൽ നിന്ന് രാഷ്ട്രീയക്കാരനിലേക്ക് എത്തുന്ന സമയത്ത് വരേണ്ട മാറ്റം അദ്ദേഹം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രത്തോളം നെഗറ്റീവ് ഉണ്ടാവുന്നതും അദ്ദേഹത്തിന് കൃത്യമായിട്ട്. പിന്നെ മറ്റൊരു കാരണം, മാധ്യമങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ വേട്ടയാടുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം ആ മനുഷ്യൻ്റെ പേര് കേൾക്കുന്ന സമയത്ത് ഇവിടെ കൃത്യമായിട്ട് ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ അദ്ദേഹത്തിനെ കല്ലെറിയാൻ വേണ്ടി നിൽക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ഈ മീഡിയക്കാർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് BJP എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന പാർട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്നൊരു സംഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട രീതിക്ക് തന്നെ പോയി. അതല്ലേ 24 ന്യൂസിൽ കഴിഞ്ഞ ദിവസം വരുന്നത് എന്നെ ഭീഷണിപ്പെടുത്തി പോലും റിപ്പോർട്ടറെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ന് പാർലമെന്റിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞതാണ് ഭീഷണി. നമ്മളെ ഭീഷണി ഏതൊക്കെ തരത്തിൽ, ഒരു റിപ്പോർട്ടർ പറയുന്ന ഭീഷണി, ബോംബിടുന്നു എന്നാണ് പറഞ്ഞത്. പാർലമെന്റിൽ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബില്ല് പാസ്സാക്കുന്നതിനെ കുറിച്ചായിരിക്കും, അതായത് മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള കൈകടത്തലുകളെ കുറിച്ച്. സത്യമാണ്, ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരു പ്രൈവസിയും കൊടുക്കാതെ ഏതൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാലും ഇത്തരത്തിൽ കോലും പിടിച്ചുകൊണ്ട് പോകുന്ന ഈ ഒരു രീതി അത് ശരിയല്ല. അവർ ചോദിക്കുന്നതിനൊക്കെ അവർക്ക് ഉത്തരം കിട്ടണം. അവർ ചോദിക്കുന്നതിന് അവർ ആഗ്രഹിക്കുന്ന ഉത്തരം തന്നെ നമ്മൾ കൊടുക്കണം. അതുവരെ കറങ്ങി തിരിച്ചുകൊണ്ടിരിക്കും. ഇതെന്ത് രീതിയാണ്, ഇതെന്ത് പത്രപ്രവർത്തനമാണ്, ഇതല്ലേ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പറയാനുള്ള മറുപടി അദ്ദേഹം പറയുകയും ചെയ്തു. പിന്നെ എല്ലാ രീതിക്കും അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഒരു സിനിമക്കാരനായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് കയ്യടി കിട്ടുമായിരുന്നു. ഈ പറഞ്ഞ ഒറ്റത്തന്തയ്ക്ക് പിറന്നവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു, ഉറപ്പായിട്ട് പറഞ്ഞ കാര്യമാണ്. ചീത്ത വിളിക്കുന്ന ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് കയ്യടി കിട്ടും. ഉദാഹരണത്തിന് ഇപ്പം കഴിഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് പേര് കിട്ടുന്നില്ല, വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ എന്തോ ഒരു സിനിമ ഉണ്ടല്ലോ, നിവിൻ പോളിയുടെ. അതിനകത്ത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്നൊരു സംഭവത്തിനകത്ത് പട്ടികളെ അങ്ങനെ എന്തൊരു ഡയലോഗ് കൊണ്ട് ചേർക്കുന്നുണ്ട്. ആ ഒരു ഡയലോഗ് ഇപ്പം അദ്ദേഹം സിനിമാ നടനായിക്കൊണ്ട് പറയുന്ന സമയത്ത് കരഘോഷമാണ് അല്ലേ. പക്ഷെ നേരെ മറിച്ച് പോട്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ഈ വേർഡ് പ്രയോഗിച്ചെങ്കിൽ അവിടെ പട്ടി എന്നുള്ള വാക്ക് മാത്രം എടുത്ത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അങ്ങനെ പ്രയോഗിച്ചു എന്നുള്ള തരത്തിലേക്ക് വരും. ഇവിടെ നമുക്ക് അറിയാവുന്നവരാണ്, മീഡിയക്കാരെ പട്ടി എന്ന് വിളിച്ച് എല്ലും കഷ്ണത്തിൻ്റെ കാര്യമൊക്കെ ചേർത്ത് വെച്ച് പറഞ്ഞവരുണ്ട് അല്ലേ, ഭയങ്കരമായിട്ട് പോയ ആൾക്കാരുണ്ട്. പക്ഷെ ഇവർക്ക് സുരേഷ് ഗോപിനെ ഇടുന്ന സമയത്ത് ഒരു പ്രത്യേക ലഹരി കിട്ടുന്നുണ്ട്, ഒരു സന്തോഷം കിട്ടുന്നുണ്ട്, ഒരു വല്ലാത്ത വളം വെപ്പലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് തന്നെയാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ശരിക്കും പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ രീതികളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനോട് യോജിക്കാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നേരെ അദ്ദേഹത്തിന് രാഷ്ട്രീയം കൊള്ളില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിന് വളച്ചൊടിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സംസാരം ലിമിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. എവിടെ എന്ത് സംസാരിക്കണം. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേയധികം ഈ ആക്ഷൻസ് ഉണ്ട്, സിനിമയിൽ കാണിക്കുന്ന ആക്ഷൻസ് നമ്മൾ അതിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേറൊരു അർത്ഥത്തിൽ പോകും, ദ്വന്ദ്വാർത്ഥത്തിലേക്ക് പോകും. അത് അദ്ദേഹത്തിന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അത് തന്നെയാണ് പറയുന്ന മമ്മൂക്ക ഇപ്പം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം എന്താ പറയുന്നത്, ഈ ഫീൽഡിൽ അദ്ദേഹത്തിന് അറിയാം, മമ്മൂക്കയൊന്നും ഒരിക്കലും കാരണം അത്രയും വിവരമുണ്ടോ അദ്ദേഹത്തിന്, അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് നല്ല ബോധമുണ്ടെന്ന് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരാൾ, സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ ഈ പറയുന്നതിലേക്ക് പോയി കഴിഞ്ഞാൽ വാരിട്ട് അറയും. ഇപ്പം കിട്ടുന്ന ആ ഒരു വില പോലും കിട്ടില്ലെന്ന് കൃത്യമായിട്ട് മമ്മൂക്കയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സംഭവം ചെയ്തത്. പിന്നെ ഇപ്പോഴും പറയുന്നു, സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യം എടുത്തിരുന്നത്, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അതിലുള്ള ഇത് പറയുന്നത്. അതുകൊണ്ട് എന്നെ സംഖ്യയാക്കുവാണെങ്കിൽ നിങ്ങളെ സംഖ്യയാക്കിയോ എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റിൽ തന്നെ കുറ്റം പറയുന്നവരെ ഞാൻ കുറ്റം പറയുന്ന വ്യക്തിയാണ്. കോൺഗ്രസ്സിൽ പറയുന്ന എന്തെങ്കിലും തെറ്റ് ചെയ്ത് അവരെ കുറ്റം പറയുന്ന വ്യക്തിയാണ്. രാഹുൽ ഗാന്ധി എന്തെങ്കിലും നല്ലത് ചെയ്ത് നല്ലതെന്ന് പറയുന്ന വ്യക്തിയാണ്. മോദി നല്ലത് ചെയ്താൽ നല്ലത് പറയും. മണിപ്പൂർ വിഷയത്തിൽ ഇടപെടാതിരുന്നതിന് കൊല്ലാന്ന് തന്നെ പറയുന്ന വ്യക്തിയാണ്. ഈ പറയുന്ന സ്പോർട്സ് താരങ്ങളുടെ കാര്യത്തിൽ കാണിച്ച അനീതിയെക്കുറിച്ച് അതുപോലെ തന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് എൻ്റെ രീതി എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. ആരും എന്ന് നെഗറ്റീവ് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാലും എനിക്ക് ഒന്നും ഇഷ്ടമില്ല.